ഇന്ന് പെരുന്നാൾ തലേന്നിന്റെ കുറച്ച് ഷോപ്പിംഗിന് ഇറങ്ങിയിട്ട് ഞാൻ നോക്കുമ്പോൾ ടൗൺ ഫുള്ള് ബ്ലോക്ക്. എനിക്ക് ചെരുപ്പൊന്നും എടുത്തുക്കാൻ അങ്ങനെ രണ്ടാമത്തെ കടയിൽ നിന്നാണ് എനിക്ക് ചെരുപ്പ് കിട്ടുന്നത്. അവിടെയാണ് ഫുള്ള് റാക്കിലൊന്നും ചെരുപ്പില്ല, ഫുള്ള് നിലത്തുനിന്ന് തപ്പിയെടുക്കണം നമ്മൾ ചെരുപ്പ്. അങ്ങനെ ഭാഗ്യത്തിനൊരു ചെരുപ്പിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി, കാരണം കുറച്ചു നേരം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചാൽ അങ്ങനെ നേരെ പോകുന്ന അമ്മച്ചിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കാണട്ടോ. അവിടെ നിന്നാണ് പെരുന്നാൾ തലേന്ന് ആഘോഷം. എനിക്കാണ് മൈലാഞ്ചിട്ടുന്ന 1:30. അവിടെ പിന്നെ പെരുന്നാളൊക്കെ അല്ലേ ഒന്ന് ആഘോഷിക്കാൻ വെച്ചിട്ട് കുറെ പടക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പ്. സമയം ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പടക്കം പൊട്ടിച്ച് എന്താ അവിടെ സംഭവിക്കാന്ന് എനിക്കറിയില്ല. അങ്ങനെ പിന്നെ ഓരോരുത്തരായി പടക്കം പൊട്ടിക്കണം. അവിടെ ഫുൾ ഒച്ചപ്പാടും ബഹളയും. അതിന്റെ അടുക്ക് ഒരു ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഈ സമയത്താണ് പടക്കം പൊട്ടിക്കുന്നത്, 10 മണിക്ക് ഇതൊക്കെ തീർക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ചീത്തേക്കും ചെയ്യും. പിന്നെ പെരുന്നാളല്ലേ, ഇതൊന്നും ഇല്ലാണ്ട് എന്ത് വൈബില്ലേ. അതിന്റെ അടുക്ക് എന്റെ ഉമ്മാന്റെ ഫ്രണ്ട് അവിടെ ബോച്ചയാവാൻ നോക്കി ഇത്രയും നേരം. അങ്ങനെ പൂത്തിരി എത്തിക്കാൻ എനിക്കും കിട്ടി വന്നു കേട്ടോ. ഈദ് മുബാരക്. പിന്നെ ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് ഇടുന്ന മൈലാഞ്ചിടല് ഈ 2-3 മണിക്കാണ് ഞങ്ങളൊക്കെ മൈലാഞ്ചിടാൻ നിൽക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ഫുള്ള് പാട്ടും ഡാൻസും അങ്ങനൊക്കെ ഓരോ പരിപാടി. അവസാനം എനിക്കൊരു പൂവാണെന്ന് പറഞ്ഞിട്ട് അതും മക്കളൊക്കെയാണ് നാളെ ഇടുന്ന ഡ്രസ്സ് ടാഗൊന്നും പൊട്ടിക്കാണ്ട് ഇന്ന് തന്നെ ഇട്ട് നടക്കും. എനിക്ക് പിന്നെ സ്വന്തം മൈലാഞ്ചി ഇടുന്നുണ്ട്, കഷ്ടപ്പെട്ട് മൈലാഞ്ചിട്ട് ഞാൻ കിടന്നു തുടങ്ങി. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ.